ഇവരാണ് മോട്ടോയുടെ Edge 15 Neo. മോട്ടോ റൈറ്റ് ഡിസിഷൻ എടുത്തത് എനിക്ക് പറയാനുള്ള. കാരണം നമ്മുടെ മാർക്കറ്റിൽ എന്താ പറയുക, ഒരു 25,000 രൂപയ്ക്കകത്ത് കോമ്പാക്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരുപാട് സാക്രിഫൈസ് ഒന്നും ചെയ്യാത്ത ഒരു വാല്യൂ ഫോർ മണി ഫോണില്ല. ഇവൻ കൊള്ളാം. ഇവരെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യമേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. സോ ഗൈസ്, ഇവൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വെൽ ഡിസൈൻഡ് ആയിട്ടൊരു ഫോണാണ്. ലുക്കും എസ്തെറ്റിക്കും വീഗൻ ലെതർ ഫിനിഷും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റ് എന്നാണെങ്കിലും നിങ്ങൾക്ക് ഗോറില്ല ഗ്ലാസ് Sree പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ IP16 മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് വെരി ഗുഡ് തിങ് ടു നോ. ഇത് ഭയങ്കര പോക്കറ്റബിലിറ്റിയാണ്, കൊണ്ടു നടക്കാനും നമുക്ക് ഒരുപാട് പാടില്ല. അതിനുപരി ഇതെല്ലാം കൂടെ 171 ഗ്രാംസേ ഉള്ളൂ. സോ ഇംപ്രസീവ് ഡിസൈൻ സ്റ്റാൻഡ് പോയിന്റിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിപ്പോയി. ആ ഡിസൈൻ എക്സ്പീരിയൻസ് എലിവേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേനെ കുറിച്ച് നമുക്ക് സംസാരിച്ചാൽ റിയലി ഗുഡ് ഡിസ്പ്ലേ, റിയലി ടു ദ പോയിന്റ്. ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കാത്ത കാര്യം പറഞ്ഞുതരാം. ഒരു നല്ല POLED ഡിസ്പ്ലേ, 120 Hz ഉണ്ട്, LTPO ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ വെളിച്ചത്തൊക്കെ പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. HDR കോണ്ടന്റ് ചില സർട്ടിഫിക്കേഷനും ഒക്കെ കിട്ടാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ച നെറ്റ്ഫ്ലിക്സ് പോലത്തെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ സർട്ടിഫിക്കേഷൻസ് ഇല്ല. പക്ഷേ അസൈഡ് ഫ്രം ദാറ്റ് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് LTPO 120 Hz ഒരു നല്ല POLED നല്ല ബ്രൈറ്റ്നസ് ഉള്ളൊരു ഡിസ്പ്ലേ ഒരുപാട് ഞാൻ കണ്ടിട്ടില്ല. റിയലി ഗുഡ്, നല്ല ചാമിങ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളർ ആക്യുറേറ്റ് ആണ്. മോട്ടോയ്ക്ക് അവരുടെ ഡിസ്പ്ലേ ഉണ്ടാക്കാൻ അറിയാം, അത് സത്യമായ കാര്യമാണ്. ഐ ലവ് ഇറ്റ്. ഇനിയും ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇച്ചിരി കൂടെ എലവേറ്റ് ചെയ്യുന്ന മൾട്ടിമീഡിയനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച ഗെയിമിംഗ് ആൻഡ് സിനിമ കാണൽ പരിപാടിക്ക് ഇതിൻ്റെ സ്പീക്കേഴ്സ് ഭയങ്കര അടിപൊളി സ്പീക്കേഴ്സാണ്. ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ കുറച്ച് നാളായി മോട്ടറോള ഡിവൈസസ് ഉപയോഗിച്ചിട്ട്. പിന്നെ എൻ്റെ ഡോൾബി അറ്റ്മോസ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സ്പീക്കേഴ്സ് ആയതുകൊണ്ട് സൂപ്പർ. ഭയങ്കരമായിട്ട് സിനിമ കാണാനാണെങ്കിലും ഈ ഡോൾബിയുടെ വിഷനൊക്കെ ആണെങ്കിലും ഡോൾബിയുടെ സൗണ്ടൊക്കെ ആണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് സ്പീക്കറാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇനി നമുക്ക് ഹാപ്റ്റിക്സിനെ കുറിച്ചിട്ട് ചെറിയ മിക്സ്ഡ് ഒപ്പീനിയൻ അത് എൻഡ് ഓഫ് ദി ഡേ പറഞ്ഞുതരാം. ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഓണസ്റ്റ്ലി പറയാം, അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം അല്ലെ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ഒരു 50 MP പ്രൈമറി ഷൂട്ടർ, 13 MP അൾട്രാ വൈഡ്, ഒരു 10 MP 3x ടെലിഫോട്ടോ. സോ ഒപ്റ്റിക്കൽ സ്റ്റാൻഡ് പോയിൽ നിന്ന് ഈ പ്രൈസ് റേഞ്ച് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യുന്നു. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞു തന്നാൽ, എനിക്കിതിൻ്റെ വീഡിയോ സെക്ഷന് സത്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സിങ്ങാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, മോട്ടറോളയുടെ പ്രോസസ്സിങ് കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനൊരു ന്യൂട്രൽ കളേഴ്സ് സ്വീകരിക്കുന്നതല്ലേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഇത് ഇച്ചിരി ഓവർ കോൺട്രാസ്റ്റ്, ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ്, ഇച്ചിരി ഓവർ ദ ടോപ്പ് പ്രോസസ്സിംഗ് ആയിട്ട് തോന്നി. അത് ബേസിക്കലി ഈ പച്ചയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ ഭയങ്കര അടിച്ചെറിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതർ ദാൻ ദാറ്റ് നിങ്ങൾ സാധാരണ ഡെയിലിയിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല HDR ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഇമേജസ് ആണ് എപ്പോഴും മോട്ടറോള പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കിൻ ടോൺസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പോർട്രേറ്റ് മോഡ് ഇടുമ്പോൾ സ്കിൻ ടോൺസ് അവർ ഇച്ചിരി ഓഫ് ആക്കുന്നില്ല. എന്തെന്ന് അറിയത്തില്ല, അവർ ഓവർ ഡ്രമാറ്റിക് ആക്കാൻ ശ്രമിക്കുന്നതാണോ വേറെ എന്തെങ്കിലും ആക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് പറയുന്നത് സ്കിൻ ടോൺ ഭയങ്കരമായിട്ട് ഓഫ് ആക്കുന്നുണ്ട്. ഒരു ഭയങ്കര ഷാഡോസൊക്കെ ഭയങ്കരമായിട്ട് കാസ്റ്റ് ചെയ്യുന്നൊരു ഇമേജസ് ആണ് എനിക്ക് ഇവരുടെ പോർട്രേറ്റ് മോഡിൽ നിന്ന് കിട്ടുന്നത്. അതർ ദാൻ ദാറ്റ് ഫോട്ടോസ് ഷാർപ്പാണ്, നല്ല ഡീറ്റെയിൽഡ് ആണ്. 50 MP ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറാസ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ ശരിക്കും ഇതിൻ്റെ പ്രോസസ്സിങ് ഇച്ചിരി ന്യൂട്രൽ സ്റ്റാൻഡ് പോയിന്റ്സ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. സ്കിൻ ടോൺസിനെ കുറിച്ച് പറയുമ്പോഴാണ് ചെറുതായിട്ട് സ്കിൻ ടോൺസ് പോർട്രേറ്റ് മോഡിനകത്ത് എനിക്ക് ഓഫാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലൂസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സൈനിഷ് ബ്ലൂ ആക്കുന്നുണ്ട്. ബട്ട് അതൊക്കെ അവരുടെ ഒരു സ്റ്റൈലിസ്റ്റിക് അപ്രോച്ചാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല ക്യാമറ സിസ്റ്റമാണ്. പക്ഷേ ചില സിറ്റുവേഷനിലും ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി ഓവർ ദ ടോപ്പ് പ്രോസസ്സിങ് പോലെയാണെന്ന് തോന്നും. നൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലോണം എടുക്കാൻ പറ്റും. വീഡിയോ സ്റ്റാൻസിലേക്ക് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും 4K വീഡിയോ എടുക്കാൻ പറ്റും. അക്രോസ് ഓൾ ദ ലെൻസസ് 4K വീഡിയോ പറ്റും. കിട്ടില്ല. മെയിൻ ക്യാമറ എന്നുള്ള 4K വീഡിയോസ് അത്യാവശ്യം യൂസബിൾ ആണ്. നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും വലിയ മോശമില്ല. സോ ഓവറോൾ ഗൈസ്, ക്യാമറ സ്റ്റാൻഡ് പോയിന്റ്സിലേക്ക് പറയുമ്പം പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാമറ സിസ്റ്റമാണ്. മേ ബി അവരുടെ അപ്ഡേറ്റിലൂടെ എന്തെങ്കിലും ആ ചെറിയതായിട്ട് സാച്ചുറേഷൻ ഒന്ന് കുറച്ചായിരുന്നെങ്കിൽ അവിടെ ഫിനോമിനൽ ക്യാമറ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞേനെ. ബട്ട് അറ്റ് ദ ടോപ്പ് ഇപ്പോൾ 10 8.5 എബോ 8.5 ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ എന്താ പറയുക, ഒരു 22,000 രൂപയുടെ ഫോണല്ലേ, അതിന് ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന് പറ്റിയൊരു ക്യാമറ സിസ്റ്റമാണ്. ഇനി എനിക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. കാരണം അവിടെ ഞാൻ ചെറുതായിട്ട് സർപ്രൈസ് ആയിപ്പോയി. 4310 mAh എന്നൊക്കെ പറയുമ്പോൾ ചില കൺഫ്യൂസിങ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ 4 nm ഫാബ്രിക്കേഷൻ പ്രോസസ്സറൊക്കെ നോക്കുമ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, നിങ്ങൾക്ക് ഭയങ്കര ഹെവി മൾട്ടി ടാസ്കിങ് പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഫോണല്ല ഇത്. ഇതൊരു കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ കോമ്പാക്ട് ചെറിയ ലൈറ്റ് യൂസേഴ്സിനൊക്കെ സൂപ്പറാണ്. ഒരു കാഷ്വൽ ഫോൺ വിളിക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, ഇച്ചിരി യൂട്യൂബ് വീഡിയോസ് കാണുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക,
ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 5 to 6 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ശരിക്കും ബാറ്ററി ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിപ്പോയി. ഐ റിയലി ലൈക്ക് ദ ബാറ്ററി ലൈഫ്. ഞാൻ വിചാരിച്ചതിലും എനിക്ക് നിന്നു എന്ന് പറയുന്നത് ഞാൻ സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേസ് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബാറ്ററി ലൈഫിനെ കുറിച്ച് അൺനെസസറി കൺസേൺസ് ഒന്നും വേണ്ട. അത്യാവശ്യം നിൽക്കും. ഒന്നാമതൊരു കുഞ്ഞ് ഫോണല്ലേ, കുഞ്ഞ് ഡിസ്പ്ലേ അല്ലേ, അതേപോലെ അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ടൊരു ബാറ്ററി ലൈഫും കൂടെ ആയിട്ട് ഒരു സാധാരണ ഒരു കാഷ്വൽ യൂസറിന് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഡേ കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ്. പക്ഷേ ഒരു ഹെവി യൂസറിന് മേ ബി ഒരു 10-15 മിനിറ്റ് കുത്തിയിടേണ്ടി വരും. പക്ഷേ അതും വലിയ കാര്യമല്ല, കാരണം ബോക്സിൽ തന്നെ 68 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. സോ ഗ്രേറ്റ് ടു നോ. ഇനി എനിക്ക് അത്ര പിടിക്കാത്ത 2-3 കാര്യങ്ങളെ കുറിച്ച് പറയാം. മൈ കൺസേൺസ്. സോ ഗൈസ്, എൻ്റെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് പ്യുവറായിട്ടും ഇതിൻ്റെ പെർഫോമൻസ് രീതിയാണ്. അതൊരു കൺസേൺ മാത്രമാണ്. ഞാൻ എന്തോന്ന് പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിമെൻസിറ്റി 7300 സീരീസ് ഒരു 4 nanometer പ്രോസസ്സർ ഉപയോഗിച്ചേക്കുന്നത്. മിക്ക റിവ്യൂസും പറഞ്ഞേക്കുന്നത് അത് ഭയങ്കര ഒരു ഡൗൺ ഗ്രേഡ് ആണത്. പക്ഷേ ഓണസ്റ്റ്ലി ഗൈസ്, അത് അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റാണ്. ഈ പ്രൈസ് റേഞ്ചിലുള്ള നത്തിങ്ങിൻ്റെ ഫോണിലൊക്കെ അവർ ഇത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കുറ്റം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു GPUം അത്യാവശ്യം നല്ലൊരു CPU ഒക്കെ ഉള്ളൊരു പ്രോസസ്സറാണ്. മേ ബി ഈ പ്രൈസ് കാറ്റഗറിയിൽ എല്ലാ മാനുഫാക്ചേഴ്സും ഒരു 7 Gen 3 ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലവർ അങ്ങനെ പറഞ്ഞൊരു കട്ട് കോർണർ ചെയ്ത. പക്ഷേ ഗൈസ്, ജനുവലി ഞാൻ പറയാൻ പോവാ, ഈ പ്രോസസ്സർ പ്ലെൻറ്റി ഇനഫാണ്. നിങ്ങൾ എന്തായാലും ഒരു കുഞ്ഞ് ഫോണായിരിക്കും വാങ്ങിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ഫോൺ വാങ്ങിക്കുന്ന നിങ്ങളുടെ പ്രൈമറി കൺസേൺ ഭയങ്കരമായിട്ട് പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ഒരു കാഷ്വൽ ചെറുതായൊരു ഫോൺ വേണം, എപ്പോഴും കൊണ്ടു നടക്കാനും പോക്കറ്റബിലിറ്റിയും അങ്ങനെയൊക്കെ പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയില്ല. അത്യാവശ്യം നല്ല പ്രോസസ്സർ, വെബ് സർഫിംഗ്, ലൈറ്റ് ഗെയിമിംഗ് ഉൾപ്പെടെ നിങ്ങൾക്ക് BGMI കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം പുഷ് ചെയ്യാം. ഞാൻ ഭയങ്കര ഗെയിമറല്ല, പക്ഷേ ഞാൻ ചെറുതായിട്ട് കളിച്ച് നോക്കിയപ്പോഴും ഞാൻ ഇംപ്രസ്ഡ് ആയിട്ട്. സാധനം ഈ ചിപ്പ് സെറ്റ് ചൂടാവത്തില്ല. കാരണം ഞാൻ ഗൂഗിളിനെ കുറിച്ച് നോക്കിയപ്പോൾ ഭയങ്കര കിടിലം ത്രോട്ടലിംഗ് അല്ലെ തെർമൽസ് ആണ് എന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോഴൊന്നും പെർഫോമൻസും ഡ്രോപ്പും ഒന്നും ഉണ്ടാക്കുന്നില്ല. ഡിമെൻസിറ്റി 7300 ശരിക്കും അത് ഭയങ്കര നല്ലൊരു ചിപ്പ്. അതിൻ്റെ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിങ്ങൾക്കൊരു GPUം കിട്ടുന്നുണ്ട്. ഗെയിം കളിക്കാനും ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് BGMI ഒക്കെ സ്മൂത്ത് എക്സ്ട്രീമിലൊക്കെ കളിക്കുന്നതിനും സൂപ്പറായിട്ട് കളിക്കും. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രൈമറി കൺസേൺ ഇഞ്ച് ടു ഇഞ്ച് പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യണം, ഭയങ്കരമായിട്ട് ഗെയിം കളിക്കണം, ഭയങ്കരമായിട്ട് ടാസ്ക് ഇൻ ഹെവി ഇൻറ്റൻസീവ് ഡ്യൂട്ടി, ആ ഒരു പരിപാടി ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായോ? അതാണ് നിങ്ങളുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഗെയിമിങ് അതുപോലത്തെ ഭയങ്കരമായിട്ട് പ്രോസസ്സറിനെ വലിപ്പിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ പറയും ഈ ഫോണിൽ നിന്ന് മാറിക്കും. ഒന്നാമത്തെ ഇത് കുഞ്ഞു ഫോണാണ്. രണ്ടാമത്തെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ കിട്ടുന്ന ബാറ്ററി ലൈഫും കിട്ടത്തില്ല. ആൻഡ് അതിന് പറ്റിയൊരു പ്രോസസ്സർ അല്ലാത്തൊരു 90%, ഒരു 85% ആൾക്കാർക്കും ഈ പ്രോസസ്സർ ഓക്കെയാണ്. ആ ഒരു കൺസേൺ പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കൺസേണിലേക്കോ, ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ. ചിലവർ പറയും മോട്ടോയുടെ ഹലോ UI കിടിലോ ഇല്ലേ, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, ഹലോ UI ഭയങ്കരമായിട്ട് കിടിലായി, ഒരു ബ്ലോട്ട് വേസ് ഒന്നുമില്ല, വെരി സ്ട്രെയിറ്റ് സിമ്പിൾ ക്ലീൻ UI. പക്ഷെ എൻ്റെ കൺസേൺ ഈ പെർട്ടിക്കുലർ ചിപ്പുമായിട്ട് ഈ ഫോൺ അത്ര നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടല്ലേ എല്ലാം തോന്നി. കാരണം ടിപ്പിക്കലായിട്ട് എനിക്ക് മോട്ടോയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ആ ഒരു അത്രയും സ്മൂത്ത്നെസ്സും എവിടേക്കൊക്കെ ഒരു ജിട്രി ഫീലും അനിമേഷൻസൊക്കെ എവിടേക്കൊക്കെയോ ലാക്ക് ചെയ്യുന്നൊരു ഫീൽ എനിക്കുണ്ടായി. ഞാൻ ഒരുപാട് എങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ എനിക്ക് ഫീൽ ഉണ്ടായി. കാരണം മോട്ടോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അവർ ഡിമെൻസിറ്റി 7300 സീരീസ് ഓഫ് ചിപ്പിന് വേണ്ടി ഒരു ഫോൺ ഇറക്കുന്നത്. അതുകൊണ്ട് അവർ ഇച്ചിരി കൂടെ അത്ര ഭയങ്കര റിഫൈൻഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യില്ലെന്ന് തോന്നി. പക്ഷെ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്ത പോലെ തോന്നി. പക്ഷേ അത് വീണ്ടും കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ത്രോട്ടിലിങ് അല്ലെ തെർമൽ പെർഫോമൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തോട്ട് ശരിയല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ, എവിടേക്കൊക്കെ എനിക്ക് ആ സ്മൂത്ത്നെസ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നില്ല, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി ഇതിൻ്റെ അപ്സൈഡ്സ് പറഞ്ഞാൽ 5 വർഷം നിങ്ങൾക്ക് OS അപ്ഡേറ്റ് കിട്ടും. മോട്ടറോള ആയതുകൊണ്ട് എപ്പോൾ തരുമെന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ചിലപ്പം മൂക്കി പല്ലൊക്കെ വന്നിട്ടായിരിക്കും ഒരു അപ്ഡേറ്റ് തരുന്നത്. പക്ഷേ അതെല്ലാം വെച്ച് നോക്കുമ്പം 5 വർഷം OS അപ്ഡേറ്റ്, 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്, ക്ലീൻ മിനിമൽ കിടിലും UI, ഇങ്ങനത്തെ കരാട്ടെ ചോപ്പ് അതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പം അത്യാവശ്യം നല്ല UI ആണ്. പക്ഷേ ഇതൊരു കൺസേൺ ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ലാസ്റ്റ് ചെറിയൊരു കൺസേൺ കൂടെ, മോട്ടോ ഇവിടെ ചീപ്പ് ഔട്ട് ചെയ്തേക്കുന്നതിന് വൈബ്രേഷൻ മോട്ടറല്ല. ചീപ്പ് ഔട്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര ഉള്ള വൈബ്രേഷൻ മോട്ടർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടേക്കോ എനിക്ക് മോട്ടോയുടെ Edge 50 Proയിൽ ഉപയോഗിക്കുന്നതിന് അത്ര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വൈബ്രേഷൻ മോട്ടർ അല്ല ഇതിൽ കൊടുത്തേക്കുന്നത്, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. വൈബ്രേഷൻ മോട്ടർ കുഴപ്പമില്ല, ഹാപ്റ്റിക്സ് ഒക്കെ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു മോട്ടോയിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത കിടിലം ഹാപ്റ്റിക്സ് അല്ല ഇതിലുള്ളത്. അതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഗൈസ് ഈ ഫോൺ ആർക്കുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഒരു നല്ല മിഡ് റേഞ്ചർ നോക്കുകയാണെങ്കിൽ ശരിക്കും ഹൈലി റെക്കമെൻഡഡ് ദിസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രം ഡിസൈൻ, ഡ്യൂറബിലിറ്റി ടു പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി ലൈഫ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ പറയുമ്പോൾ ഇത് അത്യാവശ്യം ഹൈലി റെക്കമെൻഡഡ്. അതും ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിങ്
23,000 രൂപയ്ക്കൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ഹൈലി റെക്കമെൻഡഡ് ദിസ്. ശ്രീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ചോദ്യങ്ങളൊക്കെ കമൻസിൽ വരട്ടെ, ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാം കേട്ടോ.